നോക്കൂ റിയാസ്, നോക്കൂ, നിങ്ങളുടെ നേതാക്കൾ ഒരു സൂപ്പർ കൊമറേഡ് ആവുമെന്നും നമ്പർ 1 കൊമറേഡ് ആകുമെന്നും പറഞ്ഞ നേതാവാണ് ഇന്നിപ്പോൾ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത്. നിങ്ങൾ ചാക്കിട്ട് പിടിക്കാൻ നോക്കി, സരിനെ പിടിച്ചതുപോലെ സന്ദീപിനെ കിട്ടിയില്ല. ഒരു ചെറിയ വിഷമമുണ്ടല്ലേ റിയാസുദ്ദീൻ? അല്ല, സരിനെ ഞങ്ങൾ ചാക്കിട്ട് പിടിച്ചൊന്നുമല്ല. സരിൻ ഒരു നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കൃത്യമായ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇടതുപക്ഷത്തേക്ക് വന്നതാണ്. സന്ദീപിൻ്റെ കാര്യത്തിൽ സന്ദീപ് തീർച്ചയായും BJPയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആ പാർട്ടിക്കകത്ത് അനുഭവിച്ചിരുന്ന ഒരുപാട് വിഷയങ്ങൾ പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റിൽ സ്ഥാനാർത്ഥിക്ക് എതിരായി ഉൾപ്പെടെ എഴുതുന്നു. ആ സമയത്ത് സ്വാഭാവികമായും അദ്ദേഹം ഒരു രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ചാൽ അദ്ദേഹം അതിനകത്ത് പറഞ്ഞത് വ്യക്തിപരമായ കാര്യങ്ങൾ, ആ പാർട്ടിക്കകത്ത് നിന്നുണ്ടായ വ്യക്തിപരമായ പ്രയാസങ്ങളാണ്. അപ്പോൾ അമ്മ മരിച്ചപ്പോൾ പോയില്ല, മറ്റു ചില തിക്തമായ അനുഭവങ്ങളുണ്ടായി. ഏതോ ഒരു പ്രധാന വേദിയിൽ ചെന്നപ്പോൾ അല്ല, ഞാൻ പറയാം, ഞങ്ങൾ പിന്നാലെ നടന്നില്ല. സ്വാഭാവികമായും ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അതുവരെ ഉയർത്തിപ്പിടിച്ചിരുന്ന തീവ്ര വർഗീയ ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരായി കൃത്യമായ രാഷ്ട്രീയ നിലപാട്, മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കാൻ തയ്യാറായാൽ, ആ വർഗീയ രാഷ്ട്രീയത്തെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞാൽ, അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായി കടന്നു വന്നാൽ ഞങ്ങൾ സ്വീകരിക്കുമെന്നാണ് അന്ന് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ഈ നിമിഷം വരെ ഇപ്പോഴും അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നു, അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുപോകുന്നു. ഇവർ രണ്ടു കൂട്ടരും ചില കാര്യങ്ങൾ, ചില അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം ഈ സമയം വരെ ഉയർത്തിപ്പിടിച്ച ആ നിലപാടുകളെ പൂർണ്ണമായി തള്ളിക്കളയാൻ അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ കാര്യമായിട്ട് ഇടപെടുന്ന ആളാണ്, തയ്യാറായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വരാം. അതിനു മുമ്പ് AK ബാലൻ നമ്പർ 1 കൊമറേഡ് ആവും ഈ പറയുന്ന സന്ദീപ് വാര്യർ എന്ന് റിപ്പോർട്ടർ TVയോടാണ് പറഞ്ഞത്. അല്ല, AK ബാലൻ സഖാവിനെ അറിയാം. അദ്ദേഹം സംസ്ഥാനത്തെ ജില്ലയിലെ പാർട്ടിയിലെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം ആരെക്കുറിച്ചും അങ്ങനെ മോശമായിട്ട് എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ സന്ദീപ് വാര്യർ ആ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് മാനസികമായ വലിയ പ്രയാസവും വിഷമവും ഉണ്ടായ ഘട്ടങ്ങളിൽ ഇടതുപക്ഷത്ത് നിൽക്കുന്ന മന്ത്രിമാരും നേതാക്കന്മാരും എല്ലാം വിളിച്ച് സമാശ്വസിച്ചപ്പോഴും BJP അദ്ദേഹത്തിന്റെ കൂടെ അല്ല, അവര് വ്യക്തിപരമായ ബന്ധങ്ങളാണല്ലോ. നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നാൽ നമ്പർ 1 കൊമറേഡ് അല്ല അദ്ദേഹം. അദ്ദേഹം ഞാൻ പറയട്ടെ, ഈ സമയം വരെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച നിലപാടുകളെ ഇന്നിപ്പോ സ്നേഹത്തിന്റെ കട തുറന്നു, വെറുപ്പിന്റെ കട അടച്ചു എന്നെല്ലാം പറയുന്നു. ഇപ്പൊ ഇവിടെ നിന്നും അവിടെ നിന്നും പറയുന്നതിൽ വ്യക്തതയില്ല. എന്നാണ് വീണ്ടും വെറുപ്പിന്റെ കടയിലേക്ക് തിരികെ പോവുക എന്ന് പോലും വ്യക്തതയില്ല. അത് പൂർണ്ണമായി ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ. പൂർണ്ണമായി സരിൻ തന്നെയാണ് ഉറപ്പ്. സരിൻ തന്നെയാണ് ഉറപ്പ്. പരസ്യമായി കോൺഗ്രസിന്റെ നിലപാടുകളെ, ഡീലിനെ, വർഗീയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നോക്കൂ, എങ്ങനെയാണ് BJPയിൽ നിന്ന് സന്ദീപ് വാര്യർ വന്നത്? സംഘടനാപരമായ വിഷയത്തിന്റെ പുറത്ത് അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷരുമായിട്ട് തെറ്റിപ്പിരിഞ്ഞാണ് സന്ദീപ് ഇപ്പോൾ UDF ക്യാമ്പിലേക്ക് പോയത്. സരിൻ എങ്ങനെയാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഇറങ്ങി വന്നത്? അവിടെ VD സതീശനും KPCC പ്രസിഡന്റും അതല്ലെങ്കിൽ ഷാഫി പറമ്പിലുമായിട്ടുള്ള ത്രയത്തിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. രണ്ടിടത്തും സംഘടനാ വിഷയമാണ്. അല്ല, അരുൺകുമാറിനെ അറിയാം. അന്ന് സരിൻ ഉന്നയിച്ച ഏറ്റവും പ്രധാന പ്രശ്നങ്ങൾ പിന്നീട് ശരിയെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരുപാട് രാജികൾ, തുടർച്ചകൾ ഇന്നും ഇന്നലെയും, നോക്കൂ, നാളെയും ഈ തെരഞ്ഞെടുപ്പ് വരെ തുടരും എന്ന കാര്യത്തിൽ തർക്കമല്ല. ഒരു AK ഷാനിബിൽ നിന്ന് തുടങ്ങി ഏറ്റവും അവസാനം മഹിളാ കോൺഗ്രസ് നേതാവ് വരെ, അതിനിടയ്ക്ക് ഈ തൊട്ടപ്പുറത്ത് പിരായിരി പഞ്ചായത്തിലെ സിത്താര വരെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സരിനാണ് ശരി. സരിൻ പറഞ്ഞത് കേവലം സരിന്റെ ഒരു വിഷയം മാത്രമല്ല, കോൺഗ്രസിലെ മഹാഭൂരിപക്ഷം